ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, നീതിമാനും വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ സൗഖ്യം എൻ്റെ അവകാശമായും സമൃദ്ധി എൻ്റെ അവകാശമായും തീർന്നിരിക്കുന്നു. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും ദൈവം നമ്മളെ ശക്തമായിട്ട് തന്നെ കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയിലും നമ്മളെ നടത്തുന്നു. ഇന്നും കർത്താവ് നമ്മളെ നടത്തും. ഇന്നും നടത്തുവാൻ കർത്താവ് ശക്തനാണ്. മുന്നോട്ടൊക്കെയും ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ആരെങ്കിലും ഓർമ്മയുണ്ടോ? വചനമല്ല, വചന ചിന്ത ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. കർത്താവിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അപ്പോൾ വചനത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഉറക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കാതെ ദൈവ വചനത്തിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടായിരുന്നല്ലേ, ഇന്നലെ അപ്പോസ്തലൻ നമ്മൾ ഇന്നലെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. എങ്ങനെയാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുന്നത്. നമ്മൾ ജൽപ്പനം ചെയ്യുന്നവരല്ല, അതായത് വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല. നമ്മുടെ പ്രാർത്ഥന വചനം ചൊല്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. പിന്നെയും നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. ദൈവപ്രവർത്തിക്കായിട്ട് നമ്മളെ തന്നെ ഇന്ന് ഒരുക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് എടുക്കാം. പരിചിതമായ വാക്യമാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. നമുക്ക് എപ്പോഴും കേൾക്കുന്ന വാക്യമാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ് എന്ന് കൊടുത്തേക്കുന്നത്. എൻ്റെ അർത്ഥം നമ്മൾ നടക്കുന്നത് വിശ്വാസത്താലാണ്. ഇത് പൗലോസ് ശ്ലീഹ ഇവിടെ തുടർച്ചയായിട്ട് പറഞ്ഞു വന്നിരിക്കുന്നത് കർത്താവിനോട് ചേരുന്ന, ദൈവത്തോട് വിട്ടുപിരിഞ്ഞ് നിത്യജീവനെപ്പറ്റി നിത്യതയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പറഞ്ഞു വരുന്നതെങ്കിലും ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് മാത്രമല്ല വിശ്വാസിയുടെ മുഴു ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു യാത്രയാണ്. നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. നിങ്ങൾ വിശ്വാസത്താലാണ് നടക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ വ്യത്യാസം? നിങ്ങൾ നോക്കുക, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തൊടുക, രുചിക്കുക, കേൾക്കുക, അറിയുക, സ്പർശിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ അകത്താണ് നമ്മുടെ വിശ്വാസം എപ്പോഴും പ്രവർത്തിക്കുന്നത്. അതായത് മാനുഷിക വിശ്വാസം പ്രവർത്തിക്കുന്നത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ ഒരു മാനദണ്ഡത്തിൻ്റെ അകത്താണ്. കേൾക്കുന്നതും കാണുന്നതും തൊടുന്നതും രുചിക്കുന്നതും അനുഭവിക്കുന്നതുമാണ് നമ്മുടെ വിശ്വാസം. അതിൻ്റെ മീതെ നമുക്ക് ഒരു മാനുഷിക ബുദ്ധിക്കകത്ത് അല്ലെങ്കിൽ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഞാനതിനെ അംഗീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ തുടർച്ചയായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. ഈ ദൈവത്തിൻ്റെ ഓരോ വാക്തത്വം നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ പറ്റും, നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യതകളെയും കണ്ടിട്ടല്ല ദൈവം വചനം എഴുതിയിരിക്കുന്നത്. അതായത് നിങ്ങളൊരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളൊരു വചനം ഏറ്റെടുക്കുമ്പോൾ, ഒരു വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വചനം വിശ്വസിക്കുമ്പോൾ നമ്മുടെ സാഹചര്യം അവിടെ വിഷയമല്ല. പകരം അവിടെ വിഷയം, അവിടുത്തെ പ്രധാന ഘടകം ദൈവത്തിൻ്റെ വചനമാണ്. ഞാനൊരു സാക്ഷ്യം എനിക്കായിട്ട് അയച്ചു തന്നൊരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം.
നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ലോർഡ് ബ്രദറെ, എനിക്ക് ശനിയാഴ്ച മുതൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ കേൾപ്പിക്കാവേ. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എനിക്കിതുവരെ ബാക്ക് പെയിൻ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്തെന്ന് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ വ്യാഴാഴ്ചയായപ്പോൾ പ്രാർത്ഥനയിലെല്ലാം ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അവകാശം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ചയായപ്പോൾ അത് മാറിപ്പോയി. ആമേ. അപ്പോൾ ഒരു സഹോദരി എനിക്ക് അയച്ചു തന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ അത് ഞാൻ കേൾപ്പിച്ചത് വേറെ ഒന്നുമല്ല. അപ്പം നമ്മൾ പലപ്പോഴും രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ സഹോദരി പറഞ്ഞത് വല്ലാത്തൊരു ബാക്ക് പെയിൻ ആയിരുന്നു, സഹിക്കാൻ പറ്റാത്തൊരു വല്ലാത്ത വേദനയായിരുന്നു. പക്ഷേ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അപ്പോൾ എന്താണ് പ്രാർത്ഥിച്ചത്? ശ്രദ്ധിച്ചോണം. എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം അവിടെ കാണുന്നത് എന്താണ്? നിങ്ങൾ പറ. അവിടെ ആ സഹോദരി അനുഭവിക്കുന്നതും കാണുന്നതും എന്തുവാ? ശരീരത്തിന് വേദന. അവിടെ കാണുന്നത് വേദനയും രോഗവുമാണ്. അതായത് കാണുന്നത് വേദനയും രോഗവുമാണ്. അവിടെ കാണാത്തത് എന്തായിരിക്കും? ഒന്ന് പറ. കാണാത്തത് എന്താണ്? സൗഖ്യമാണ് കാണാത്തത്. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ അനുഭവിക്കുന്നതും അവിടെ കാണാൻ പറ്റുന്നതും രോഗത്തെയാണ്. അവിടെ അനുഭവിക്കുന്നത് വേദനയാണ്. അവിടെ കാണാൻ പറ്റുന്നത് വേദനയുള്ള ഭാഗമാണ്. പക്ഷെ അവിടെ കാണാൻ കഴിയാത്തത് സൗഖ്യമാണ്, അല്ലെങ്കിൽ രോഗവിമുക്തിയാണ്. ഇതവിടെ ഇല്ല. അപ്പം ഇതവിടെ ഇല്ലാത്തോടത്തോളം കാലം മനുഷ്യൻ്റെ ബുദ്ധിക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ കസേര ഇട്ടിരിക്കുന്നു. ആ കസേരയെ ഞാൻ ഇരിക്കാൻ വരുമ്പോൾ നിങ്ങൾ പറയോ ബ്രദറെ അതിലിരിക്കരുത്, അവിടെ വേറൊരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് എന്തോ മാനസികമായിട്ട് കുഴപ്പമുണ്ടല്ലേ? കാരണം അവിടെ ഒരാൾ ഇരിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കസേരയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഇരിക്കരുത്, ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇല്ലാത്ത ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് ഒരിക്കലും മാനുഷിക ബുദ്ധിക്കകത്ത് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതായത് ഒരു ബൈബിൾ വിശ്വസിക്കാത്ത ഒരു സാധാരണ മനുഷ്യരുടെ അടുക്കൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ കസേരയിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നമുക്ക് ഭ്രാന്തുണ്ടെന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ വിസിബിളായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. വിസിബിളായിട്ട് കാണുന്നതിനെ മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അവന് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്ക് ആ കൊടുക്കുന്ന അറിവനുസരിച്ച് അവന് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ വിശ്വാസം എന്നതോ നമുക്കറിയാം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പം നിങ്ങൾ കാണുന്നത് ശ്രദ്ധിച്ചോണം, കാഴ്ചയാലല്ല നാം വിശ്വാസത്താലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് അതിൽ വേണം നിങ്ങൾ നടക്കാൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിൽ നിന്ന് എന്താണോ നിങ്ങൾ കേൾക്കുന്നത് അതിൽ വേണം നിങ്ങൾ നടക്കാൻ. അതായത് പറഞ്ഞിരിക്കുന്നത് വാക്ക് ബൈ ഫെയ്ത്ത്. അപ്പം നമ്മൾ വിശ്വാസത്താൽ നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ എന്ത് ചെയ്യണം, നടക്കണം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ നടക്കുക എന്ന് പറയുന്നത്? ഒന്ന് പറ. ഇപ്പൊ സൗഖ്യമാണെങ്കിൽ അത് സൗഖ്യം വന്നതായിട്ട് നമ്മൾ കണ്ട് വചനം പറയണം. മറ്റാരെങ്കിലും സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ സൗഖ്യമാണ് വിശ്വസിക്കുന്നതെങ്കിൽ സൗഖ്യം കണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നടക്കണം. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളിപ്പം ഒരു ശരീരത്തിലൊരു രോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയും എനിക്ക് ഇന്ന രോഗമാണ്. അപ്പോൾ ഇന്ന രോഗമാണെന്ന് പറയാൻ കാരണം നമ്മൾ കണ്ടല്ലേ, നമ്മൾ ഒന്നെങ്കിൽ രോഗത്തിൻ്റെ റിപ്പോർട്ട് കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗ അവസ്ഥ അനുഭവിക്കുകയും കാണുകയും ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു രോഗമാണെനിക്ക്. അപ്പോൾ രോഗമുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും രോഗമില്ലാത്ത വ്യക്തിയെ പോലെ സംസാരിക്കാൻ കഴിയത്തില്ല. ഇത് വലിയ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലേ. രോഗമുള്ളൊരു വ്യക്തിക്ക് രോഗമില്ലാത്തൊരു വ്യക്തിയെ പോലെ സംസാരിക്കാൻ കഴിയത്തില്ല. രോഗമുള്ള വ്യക്തി സംസാരിക്കുന്ന എപ്പോഴും എനിക്ക് രോഗമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ രോഗത്തിലാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ആ വ്യക്തിക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് ആ വ്യക്തി രോഗത്തെ അല്ല വിശ്വസിക്കുന്നത്, പകരം സൗഖ്യത്തെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ സൗഖ്യത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം, സൗഖ്യത്തിലാണ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം എനിക്ക് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തിൽ വേണം നടക്കാൻ. അതായത് നിങ്ങൾ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത്, എന്താണോ കേട്ടിരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തികളും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത്
9-ാം മണി നേരത്ത് പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും കൂടെ 9-ാം മണി നേരത്ത് പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. അവനോട് പറഞ്ഞു, കാലൂന്നി എണീക്കാന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റില്ല. അവനെ കൈ പിടിച്ച് എണീപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ സൗഖ്യത്തിൽ വിശ്വസിക്കുന്നവൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ എണീപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് കാണാൻ പഠിക്കണം. ഇപ്പോൾ ഞാൻ പറയാം, അവിടെയാണ് നമ്മുടെ ഉൾക്കണ്ണെന്ന് പറയുന്നത്, സ്പിരിച്വൽ ഐസ്. നമ്മൾ പോലും അറിയാത്ത നമ്മുടെ സ്പിരിച്വൽ ഐസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെ, നിങ്ങൾക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കടഭാരത്തിൻ്റെ അകത്തിരിക്കുക, ഒരു രക്ഷയുമില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലഭിക്കുന്നില്ല. ആ സമയത്താണ് നിങ്ങൾ വചനം കേൾക്കുന്നത്, എൻ്റെ ദൈവമോ 10 ലക്ഷം രൂപ മുഹൂർത്തത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും, തന്നോട് ചോദിക്കുന്നവരൊക്കെ നൽകാൻ തക്കവണ്ണം ദൈവ സമ്പന്നനാണ്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ കുറേ വചനങ്ങൾ നിങ്ങൾ കേട്ടു. അപ്പോൾ ഇത് കേട്ട ഉടനെ നിങ്ങൾ പറയുന്ന ഇങ്ങനെയാണ്, എൻ്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്ത് തന്നിരിക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ 10 രൂപ പോയിട്ട് 10 ലക്ഷം പോയിട്ട് ഒരു 10 രൂപ പോലും മുമ്പിലില്ല. ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയല്ലേ? കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് മുഴുവനും ശൂന്യമായ അവസ്ഥയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഇതിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇതിനെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ വചനം പറയുമ്പോൾ നിങ്ങൾ കാണണം, എൻ്റെ ദൈവം മഹത്വത്തോടെ ഈ തുക എനിക്ക് നൽകിയിരിക്കുന്നതും ഞാൻ എവിടെയൊക്കെയാണോ കടങ്ങൾ കൊടുക്കേണ്ടത് അവിടെയൊക്കെയും പോയി ഞാൻ കൊടുക്കുന്നതും ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നതും ഞാൻ ആ കടഭാരം നീങ്ങി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതും ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് സന്തോഷിച്ചിരിക്കുന്നതുമായ കാഴ്ചകൾ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അകത്ത് നിങ്ങൾ നടക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഉദാഹരണമായിട്ടൊരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൂക്കോസ് സ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തോട്ട് വരുമ്പോൾ അവിടെ നിങ്ങളിത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം കർത്താവ് കഫർന്നഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപൻ പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുന്നു. നമുക്കിത് അറിയാം അല്ലേ, ശതാധിപൻ്റെ കാര്യം. ശതാധിപൻ എന്ന് പറഞ്ഞാൽ പേരല്ല, 100 പേർക്ക് അധികാരി എന്നാണ് അതിൻ്റെ അർത്ഥം. സെഞ്ചുറി എന്ന് പറയും, 100 പേർക്ക് അധികാരിയായവൻ. അപ്പം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ യേശുക്രിസ്തുവിൻ്റെ വസ്തുത കേട്ടിട്ടു. കണ്ടോണം, യേശുക്രിസ്തുവിനെ പറ്റി കേട്ടത് എന്തായിരിക്കും എന്ന് പറ. യേശുക്രിസ്തുവിനെ പറ്റി എന്തായിരിക്കും ഈ 100 പേർക്ക് അധിപതി കേട്ടിരിക്കുന്നത് എന്ന് പറ. എന്തായിരിക്കും കേട്ടത്? കണ്ടോ. അപ്പൊ ഇതാണ് ഈ തന്റെ ബാല്യക്കാരൻ ദീനം പിടിച്ചു കിടക്കുമ്പം ഹോസ്പിറ്റലിൽ പോകാനുള്ളതിന് അല്ലെങ്കിൽ വൈദ്യനെ വിളിക്കാനുള്ളതിന് പകരം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വസ്തുത കേട്ടു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വൈദ്യന്മാർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെയൊക്കെ മാക്സിമം ചെയ്തു. നമ്മുടെയൊക്കെ മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടു. ഇനി ശ്രദ്ധിച്ചോണ്ട്, ഇത് വളരെ വലിയൊരു പോയിന്റാണ്. യേശുവിനെ പറ്റി അവൻ കേട്ടത് എന്തായിരിക്കും എന്നറിയണമെങ്കിൽ അടുത്ത വാക്ക് നോക്കിയാൽ മതി. അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് കർത്താവിനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കലേക്ക് അയച്ചു. അപ്പോൾ എന്തായിരിക്കും യേശുവിനെ പറ്റി കേട്ടതവൻ? യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഇത് കേട്ടത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? യഹൂദന്മാരിലേക്ക് തൻ്റെ ഈ 100 പേർക്ക് അധിപതി എന്ത് ചെയ്തു? തൻ്റെ ദാസന്മാരെ അയച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് പറയണം. അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അവരോട് താല്പര്യമായി അപേക്ഷിച്ചു. അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. തൻ്റെ പള്ളി തീർത്തു തരാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവരെ. ഇനി യേശു അവരോട് പറയുകയാണ്, അവരോട് പറയണം, പോയി വീട്ടിനോട് അടുക്കാറായപ്പോൾ യേശു അവരോട് കൂടെ പോയി. അപ്പോൾ ഇനി കർത്താവ് എന്ത് ചെയ്തു? ഇത് കേട്ടപ്പം ഓക്കെ, കർത്താവ് തീരുമാനിച്ചു, എന്നാൽ പിന്നെ ആ വീട്ടിൽ പോയി ആ മകനെ ഒന്ന് സൗഖ്യമാക്കിയേക്കാമെന്ന് കർത്താവ് തീരുമാനിച്ചു. യേശു ആ വീട്ടിലോട്ട് പോയി. അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരുടെ അടുക്കൽ വഹിച്ചിട്ട്, കർത്താവെ പ്രയാസപ്പെടണ്ട. എൻ്റെ അടുത്ത് വീടെടുക്കാറായപ്പോഴേക്കും ആ മനുഷ്യൻ തന്നെ ആളെ അയച്ചിട്ട് പറയുകയാണ്, കർത്താവെ പ്രയാസപ്പെടണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ശ്രദ്ധിച്ചോണം, പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്നിട്ടൊരു വാക്ക് പറയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും.
അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ബാല്യക്കാരൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ പറ, ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണ്? അസുഖമായിട്ട് കിടക്കുകയാണ്. അവൻ ഇനി അവന് വേണ്ടത് എന്താണ്? അവിടെ വേണ്ടത് എന്താണ്? സൗഖ്യമാണ് വേണ്ടുന്നത്. അവന് വേണ്ടത് സൗഖ്യം. അപ്പൊ അവിടെ ഇല്ലാത്തത് സൗഖ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെലാണെങ്കിൽ സൗഖ്യമുണ്ട്, ശതാധിപന്റെ പെരക്കകത്താണെങ്കിൽ രോഗമുണ്ട്. ഇനി നോക്കിയോണം, ഈ രോഗത്തെ നീക്കി സൗഖ്യത്തെ കൊടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ആ മനുഷ്യന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ പെരക്കകത്ത് കിടക്കുവാൻ ഞാൻ യോഗ്യനല്ല. എന്നിട്ട് പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യൻ. നമുക്കറിയാം, ഇത് പലവട്ടം നമ്മൾ ഈ വചനം ധ്യാനിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ പോകും, വരിക എന്ന് പറഞ്ഞാൽ വരും, നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു പറയുകയാണ്, ഇത് കേട്ടിട്ട് യേശു ക്രിസ്തു ആശ്ചര്യപ്പെട്ടു. 9-ാം വാക്യം നോക്കി, ഇത് കേട്ടിട്ട് യേശു ക്രിസ്തു ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. ശതാധിപൻ പറഞ്ഞതനുസരിച്ചവർ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ദാസൻ സൗഖ്യത്തോടെ കണ്ടു. ശതാധിപൻ, ഇപ്പം മറ്റു സ്ഥലത്ത് ശതാധിപൻ വന്നു എന്നാണ് ചിലടത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശതാധിപന്റെ ബാല്യക്കാര് മടങ്ങി വന്നപ്പോൾ അവനെ സൗഖ്യത്തോടെ കണ്ടു. ശ്രദ്ധിച്ചോണം, സൗഖ്യത്തോടെ കണ്ടു. നിങ്ങൾ നോക്കി, അപ്പോൾ അവിടെ കർത്താവ് ആ വ്യക്തിയെ, അല്ലെങ്കിൽ നീ നിന്റെ പെരക്കകത്തിട്ട് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന മറ്റൊരു വചനഭാഗത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പോകുക, നിന്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. ഓക്കെ, ഇവിടെയുണ്ട്. യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. ശ്രദ്ധിച്ചോണം, സൗഖ്യം വരും. ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇസ്രായേലിൽ കൂടി ഇങ്ങനെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ശതാധിപൻ മടങ്ങി ചെന്നപ്പം അവിടെ സൗഖ്യത്തെ കണ്ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ രോഗത്തെ വിശ്വസിച്ചാൽ യേശുവിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇപ്പം നിങ്ങൾ രോഗത്തെ വിശ്വസിക്കുവാണെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ കഴിയത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവന് സൗഖ്യത്തെ വിശ്വസിക്കാൻ പറ്റണം. മത്തായി 8:13 ഞാൻ ആ വാക്യം ഒന്നുകൂടെ കാണിക്കാവേ. മത്തായി 8:13 ആ വാക്യം ഒന്നുകൂടെ ഒന്ന് കാണിക്കാം നിങ്ങളെ. ശരിക്കും പറഞ്ഞാൽ ആദ്യം മത്തായി ആയിരുന്നു എടുത്ത് വെച്ചത്, പക്ഷേ പിന്നെ ലൂക്കോസിലോട്ട് ഞാൻ പിന്നെ വന്നതാണ്. 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നോക്കി. ഓക്കെ, ഇവിടെ നിങ്ങൾ കറക്റ്റ് വാക്യമുണ്ട്. യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വന്നിരുന്നു. കണ്ടോ, നിന്റെ വിശ്വാസം എപ്പോഴാണോ, ശ്രദ്ധിച്ച്, നീ വിശ്വസിക്കുന്നത് എപ്പോഴാണോ ആ നിമിഷം എന്ത് ചെയ്തിരിക്കുന്നു, നിന്റെ സൗഖ്യം വന്നിരിക്കുന്നു. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭരിക്കട്ടെ. ആ നാഴികയിൽ തന്നെ. അപ്പോൾ ഏത് നാഴികയിലാണ്? അവൻ വിശ്വസിക്കാൻ തുടങ്ങിയ നാഴികയിൽ തന്നെ അവൻ്റെ മേൽ രോഗത്തെ അല്ല അവൻ വിശ്വസിച്ചത്, സൗഖ്യത്തെ വിശ്വസിച്ചു. അപ്പോൾ നിങ്ങൾ സൗഖ്യത്തെ വിശ്വസിക്കുന്ന നിമിഷം മുതൽ സൗഖ്യം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, രോഗത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ല. രോഗത്തെ വിശ്വസിച്ചുകൊണ്ട് സൗഖ്യത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. രോഗത്തെ അവിശ്വസിക്കുകയും സൗഖ്യത്തെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ. കണ്ടോണം, നിങ്ങൾ നോക്കിയോണം, ആ വാക്യം നോക്കി നിങ്ങൾ ഈ വചനത്തിൽ നിന്നൂടെ ഞാൻ പറഞ്ഞുതരാം. ആ വ്യക്തി എന്ത് ചെയ്തു? കർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ പെരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇവിടെ പോലെ നമുക്ക് നോക്കാവേ. ഞാനും അധികാരത്തിൽ, ഞാൻ മത്തായിലാണ് ഇപ്പോൾ ഈ വാക്യം വായിക്കുന്നത്. ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യൻ എന്ന് എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുത്തൻ പോകുക എന്ന് പറഞ്ഞാൽ പോയും, മറ്റൊരു വരിക എന്ന് പറഞ്ഞാൽ വരും. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. അപ്പം എന്താണ് അവൻ്റെ വിശ്വാസം? കർത്താവ് എൻ്റെ വീട്ടിൽ വരണ്ട, നീ ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം വരും. അപ്പം യേശുവിൻ്റെ വാക്കിൽ എന്തുണ്ട്? യേശുവിൻ്റെ വാക്കിൽ എന്തുണ്ട്? സൗഖ്യമുണ്ട്. അപ്പം യേശുവിൻ്റെ വാക്ക് ഒരു വ്യക്തി വിശ്വസിച്ചാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അതിന് വിരോധമായതിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അപ്പം യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഇതിങ്കൽ അതിശയിച്ചു. യേശു ക്രിസ്തു അതിശയിച്ചു, ഇസ്രായേലിൽ കൂടെ ഇത്ര വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. എന്നിട്ട് താഴേക്ക് വരുമ്പം പറയുകയാണ്, നിങ്ങൾ നോക്കി, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ശ്രദ്ധിച്ച്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? രോഗത്തെ വിശ്വസിക്കരുത്. ഇത് ഞാൻ പറയും, ഇത് ഇച്ചിരി നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. മാനുഷിക ബുദ്ധിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാഹചര്യത്തെ കാണുന്നതിനെ അവിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ
ഈ നമുക്കറിയാം നിങ്ങൾ കാലങ്ങളോളം പഠിച്ചു വന്ന പല വിശ്വാസങ്ങളും കാലക്രമേണ നമ്മളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഇന്നെങ്കിലും ഓർക്കുന്നുണ്ട്, നിങ്ങൾ ചെറുപ്രായങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രായം വരെ നിങ്ങൾ വിശ്വസിച്ച ഒരു കാര്യം കാലം കഴിഞ്ഞപ്പം എന്ത് ചെയ്തു, അങ്ങനെ മാറിയത് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒറ്റ വാക്കി പറഞ്ഞു തിരിഞ്ഞിട്ട് പറയല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പണ്ട് നിങ്ങൾ ആഴമായി വിശ്വസിച്ചൊരു കാര്യം പിന്നീട് കാലക്രമേണ അത് എന്ത് ചെയ്തു, മാറിപ്പോയി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊണ്ടെത്തിക്കുന്നതും മാതാവിനെ വിശ്വസിക്കാത്തതും നമുക്കൊരു സാധാരണ നമുക്ക് മാനുഷികമായിട്ടുള്ളൊരു കാര്യം അല്ല, ഞാൻ പറഞ്ഞത് ആത്മീയ കാര്യങ്ങളല്ല. നമുക്ക് നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന, നമ്മൾ കുറേ കാലങ്ങളായിട്ട് വിശ്വസിച്ചു, പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിലായി അതല്ല. നമ്മൾ ഒരു മാനുഷികമായി നാട്ടും പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് വിശ്വസിച്ചുകൊണ്ട് വന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ പിന്നീട് കാലം മാറിയപ്പോൾ അതൊരു എന്താ പറയുന്നത്, അതല്ലായിരുന്നു സത്യമെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും തിരിയുന്നില്ല. അപ്പം ഞാൻ പറയാം, നമ്മൾ ആഴമായി വിശ്വസിച്ചൊരു കാര്യം, അതായത് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യുകയാണ്. നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ വിശ്വസിച്ചു വന്നിരിക്കുന്ന കാര്യത്തെ അതിനെ റീപ്ലേസ് ചെയ്യുകയാണ്, അതിനെ മാറ്റിവെക്കുകയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇവിടെ രോഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രോഗത്തിലിരിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ഞാൻ രോഗിയല്ല, ഞാൻ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമായിരിക്കുന്നു. അപ്പോൾ വേദന അവിടെ ഉണ്ട്. വേദന ഉള്ളപ്പോഴും നിങ്ങൾ പറയുകയാണ്, യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് സൗഖ്യം ആയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ശതാധിപൻ പറയുകയാണ്, നീ എൻ്റെ പെരക്കകത്ത് വരുവാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ, നമുക്കറിയാം വാക്കൊരിക്കലും ഒരു മരുന്നല്ല. ലോകത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തും, ഞാനിപ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധി പറയാം, ലോകത്തിൽ ഇന്നേ വരെ ഒരു ഡോക്ടറും രോഗിയെ കാണാൻ വേണ്ടി വന്നപ്പം പൊക്കോ, ഇന്ന് രോഗികൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അല്ല അവൻ്റെ രോഗം മാറിയിരിക്കുന്നു, ഡിസ്ചാർജ് ചെയ്തോ എന്ന് ലോകത്തിൽ ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ലോക ചരിത്രത്തിൽ ഒരു ഡോക്ടറും എന്ത് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയോട് അദ്ദേഹം ഫോൺ ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ രോഗം മാറിയിരിക്കുന്നു, ഡിസ്ചാർജ് ചെയ്തോ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു രോഗിക്കും മാറ്റം വന്നിട്ടില്ല. ഡോക്ടർ മരുന്ന് കൊടുത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്തോട്ടല്ലാതെ ഒരു മാറ്റം വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, കർത്താവായ യേശുവിൻ്റെ വാക്ക് കേട്ടാൽ, ആ വാക്ക് പറഞ്ഞാൽ ദീനം പിടിച്ച് മരിക്കാറായി, അതിൻ്റെ അകത്ത് രോഗം മൂർച്ഛിച്ച് മരിക്കാൻ കിടക്കുന്നവൻ ചാടി എണീറ്റ് ആരോഗ്യമുള്ളവനെ പോലെ നടക്കുമെന്ന് വിശ്വസിക്കുവാൻ എന്താണ് കാരണം? യേശുവിനെ പറ്റി കേട്ടത് അങ്ങനെയാണ്. യേശു പറയുമ്പോൾ സൗഖ്യം, യേശു തൊടുമ്പോൾ സൗഖ്യം, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യം, യേശുവിൻ്റെ കൂടെ നടന്നാൽ സൗഖ്യമെന്ന് ഇവൻ കേട്ടു. ഈ ശതാധിപൻ കേട്ടതുകൊണ്ട് അവൻ വിശ്വസിച്ചു. ആ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടവരും കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ആ കർത്താവിൻ്റെ വാക്ക് ഞാനൊന്ന് കേട്ടാൽ, ഒന്ന് സ്വീകരിച്ചാൽ, ശ്രദ്ധിച്ച്, ആ വാക്കൊന്ന് സ്വീകരിച്ചാൽ, യേശു പറയുകയാണ് നിന്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കുന്നു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, അവൻ സൗഖ്യം വന്നിരിക്കും. നിങ്ങൾ നോക്കിയോണം, ഇവിടെ നിങ്ങൾ നോക്കി, യേശു പറഞ്ഞു പോകുക, നിന്റെ ബാല്യക്കാരൻ സൗഖ്യമായിരിക്കുന്നു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ പോക, നിന്റെ വിശ്വാസം പോലെ നിന്നെ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരൻ സൗഖ്യം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പോക എന്ന് പറഞ്ഞപ്പോൾ ഈ ശതാധിപൻ്റെ പെരക്കകത്തിരിക്കുന്ന രോഗി സൗഖ്യമായെന്ന് ശതാധിപന് അറിയാൻ പറ്റുമോ? ഇത് വഴിയരികെ നിൽക്കുക, അകത്ത് കിടക്കുന്ന രോഗി. ഇപ്പം നിങ്ങൾ വഴിയരികെ എന്ന് പറയുമ്പോഴേക്കും വീടിൻ്റെ പുറത്തെ കാര്യമല്ല ഈ പറയുന്നത്, വഴി മധ്യയാണ്. വീടിൻ്റെ അകത്ത് കിടക്കുന്ന രോഗി യേശു പോകുക, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ നാഴികയിൽ അവന് സൗഖ്യം വന്നിരിക്കുന്നു. എനിക്കൊന്ന് മറ്റൊരു സ്ഥലത്ത് ഈ വാക്യം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് അവൻ്റെ ബാല്യക്കാർ അവനെ എതിരേറ്റു. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എപ്പോൾ സൗഖ്യം വന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ആ സമയത്ത് തന്നെ അവിടെ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് മർക്കോസിൽ എനിക്ക് ആ വാക്യം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോകുന്ന ആ വഴിയിൽ തന്നെ,
അത് യേശുവിൻ്റെ വാക്ക് അവൻ പിടിച്ചോണ്ട് പോവുക. അവൻ മരിക്കാറായി കിടക്കുന്ന അവൻ്റെ ബാല്യക്കാരൻ രോഗത്തിൽ കിടക്കുമ്പോൾ തിരിച്ച് അവൻ യേശു ക്രിസ്തുവിൻ്റെ വാക്കും പിടിച്ചോണ്ടാ പോകണം. അപ്പം എന്തായിരിക്കും അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ആ പോകുന്ന വഴി മൊത്തവും അവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തായിരിക്കും എന്ന് പറ. സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വസിക്കുക. ബാല്യക്കാരന്റെ രോഗത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ മർക്കോസിൻ്റെ 5:36 ആ വാക്യം. മർക്കോസിൻ്റെ 5:36 എനിക്ക് തോന്നുന്നു. ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. ഒരു മിനിറ്റ്. ഓക്കെ, മർക്കോസ് 5 വാക്യം. അപ്പം നമ്മളിവിടെ നിങ്ങൾ ആ മനുഷ്യൻ കർത്താവിൻ്റെ വഴിയെ പോകുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? കർത്താവിൻ്റെ പറഞ്ഞ കർത്താവിൻ്റെ വാക്ക് കേട്ട ഉടനെ അവൻ എന്ത് ചെയ്തു? ആ നിമിഷം മുതൽ അവൻ വിശ്വസിച്ചു, ഇന്നു മുതൽ എൻ്റെ ബാല്യക്കാരൻ രോഗിയല്ല, എൻ്റെ ബാല്യക്കാരൻ്റെ അകത്ത് സൗഖ്യം നടന്നിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? അവൻ വിശ്വസിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ വിശ്വാസം എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ്. അവൻ എന്ത് വിശ്വസിക്കുന്നു? എൻ്റെ ബാല്യക്കാരൻ യേശുവിൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാല്യക്കാരൻ രോഗിയാണെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? എനിക്ക് അവൻ്റെ സൗഖ്യമായെന്ന് വിശ്വസിക്കാനേ കഴിയത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ നിങ്ങൾ പ്രശ്നത്തിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വചനം നിങ്ങൾ മുന്നോട്ട് വിശ്വസിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി, ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് 2 ടേം വർക്കാകത്തില്ല. ഒരിക്കലും വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണോ എഴുതപ്പെട്ടതും കേൾക്കുന്നതും അതേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇപ്പം ഞാനപ്പോൾ രോഗ ഉദാഹരണം പറയാം. ശതാധിപൻ പറയുകയാണ്, എൻ്റെ ബാല്യക്കാരൻ യേശു പറയുന്നു, കർത്താവ് പറയുകയാണ് നിൻ്റെ വാക്കിൽ സൗഖ്യമുണ്ടെന്ന്. അപ്പോൾ അതുവരെ അവൻ രോഗിയാണ്. യേശു നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. അതായത് യേശു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ നാഴികയിൽ. അപ്പം അതിനർത്ഥം ഈ വ്യക്തി ഇപ്പം രോഗിയുടെ അടുക്കലല്ല നിൽക്കുന്നത്. ഈ വ്യക്തി ഇപ്പം യേശുക്രിസ്തുവിനെ വഴിമധ്യേ, രോഗമുള്ളവനെ വീട്ടിലിട്ടേച്ച് യേശുക്രിസ്തുവിനെ വഴിമധ്യേ നിർത്തിയിട്ട് പറയുക, കർത്താവേ നീ എൻ്റെ പെരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ല. അപ്പം പെരയ്ക്കകത്ത് രോഗി കിടക്കുക. രോഗി ഇപ്പം ഈ മനുഷ്യൻ്റെ കൂടെ ഇല്ല, രോഗി പെരയ്ക്കകത്താണ്. അവൻ രോഗമായി കിടക്കുന്നു. യേശു വഴിമധ്യേ നിൽക്കുന്നു, ശതാധിപൻ വഴിമധ്യേ നിൽക്കുന്നു. വഴിമധ്യേ നിന്നുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം. അപ്പോൾ യേശു പറഞ്ഞു പോകാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പം നീ എവിടെയാണ്? വഴിമധ്യേയാണ്. അപ്പോൾ വഴിമധ്യേ മുതൽ അവൻ വിശ്വസിച്ചു. എൻ്റെ യേശുവിൻ്റെ വാക്ക് കേട്ടപ്പം മുതൽ അവന് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ ഇനി രോഗിയാണെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ വീട്ടിലോട്ട് പോകുമ്പം അവൻ വീട്ടിലോട്ട് നടക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ മൊത്തം എന്തായിരിക്കും എന്നറിയാവോ? അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് പോവാണ്, ഞാൻ ചെല്ലുമ്പോൾ അവൻ എണീറ്റിരിക്കുന്നു. കണ്ടോ, അവൻ വിശ്വാസ കണ്ണുകൊണ്ട് അവൻ ആക്റ്റീവ് ചെയ്തു. അവൻ എണീറ്റിരിക്കുന്നു, അവൻ്റെ രോഗം മാറിയിരിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. ആ നാഴികയിൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ട് എന്താണോ നിങ്ങൾ അവിടെ വചനത്തിൽ വിശ്വസിക്കുന്നത് അത് കാണുകയും അത് നിങ്ങൾ ഉറക്കെ പറയണം. അപ്പോൾ ഇത് ഉറക്കെ പറയുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഇത് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് കാണുന്നതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞില്ല, കാഴ്ചയുടെ പ്രത്യേകത എന്നെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ, ഞാൻ കേൾക്കുന്നതിൻ്റെ പ്രത്യേകത ഞാൻ വിശ്വസിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, കാണുന്നത് എന്നെ വിശ്വസിപ്പിക്കുവാൻ നോക്കുമ്പോൾ അത് പറയുവാൻ ശ്രമിക്കാതെ കേൾക്കുന്നത് പറയുവാൻ ശ്രമിക്കണം. അപ്പോൾ ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങൾ കേൾക്കുന്നത് പറയണം, കാണുന്നത് പറയരുത്. കേൾക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കണം, കാണുന്നത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ കാണുന്നത് എന്താണ്? പ്രശ്നങ്ങളാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളതിനെ വിശ്വസിക്കുന്നു എന്നറിയാം. അപ്പോൾ കേൾക്കുന്നത് പറഞ്ഞാലോ, നിങ്ങൾ കേൾക്കുന്നതിനെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കും. അപ്പം കാണുന്നത് പറഞ്ഞാൽ കാണുന്നത് തന്നെ ഇരിക്കുമെങ്കിൽ, കേൾക്കുന്നത് പറഞ്ഞാൽ കാണുന്നത് മാറിപ്പോയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, കാണുന്നത് മാറിപ്പോകണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്നത് പറയല്ലേ.
കാണുന്നത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരിക്കലും മാറുകയില്ല. കേൾക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് മാറി. ഇപ്പം എന്താ കേൾക്കുന്നത്? കേൾക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. അപ്പം ഇന്ന് മുതൽ എന്ത് ചെയ്യണം? കേൾക്കുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ആരെങ്കിലും ചോദിക്കും, ആ വിഷയം ശരിയായോ? പിന്നെ ശരിയായി, എൻ്റെ വിശ്വാസത്തിൽ അത് റെഡിയായിരിക്കുന്നു. എന്നൊന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞാൽ പറയണം, കാണാൻ പോവാ, ഞാനിത് കാണാൻ വേണ്ടി പോവാ. അപ്പോൾ വിശ്വാസം എപ്പോഴും നിൽക്കുന്നത് കാഴ്ചയാലല്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ കാഴ്ചയാലല്ല, ഞാൻ വിശ്വാസത്താലാണ് നടക്കുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. അപ്പം ഞാൻ നടക്കുന്നത്, അപ്പം എന്താണ് എൻ്റെ വിശ്വാസം എന്ന് ചോദിച്ചാൽ, ഞാൻ കേൾക്കുന്നതിനെ വിശ്വസിക്കുന്നു, കാണുന്നതിനെ അവിശ്വസിക്കുന്നു. കാണുന്നതിനെയും കേൾക്കുന്നതിന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയാം, എൻ്റെ കയ്യിൽ വലിയ രോഗമായിട്ട് ഞാൻ ഇരിക്കുക, ഞാൻ കർത്താവിൻ്റെ തിരുമുറിവിനുള്ള സൗഖ്യം വിശ്വസിക്കുന്നു. ഇപ്പം ഇതിലേതാ നിങ്ങൾ വിശ്വസിക്കുന്നത്? രോഗം ഉണ്ടെന്നാണോ വിശ്വസിക്കുന്നത്? സൗഖ്യം ഉണ്ടെന്നാണോ? പിന്നെയും നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് വലിയ രോഗമുണ്ട് ബ്രദറെ, ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും ചോദിക്കും, നിങ്ങൾ വിധത്തിൽ ഏതിലാണ് വിശ്വസിക്കുന്നത്? ഇപ്പം നിങ്ങൾ പിന്നെയും പറയുന്നു, ബ്രദറെ എൻ്റെ കയ്യെ വലിയ രോഗമുണ്ട് ബ്രദറെ, പക്ഷേ കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങൾ രണ്ടും വിശ്വസിക്കുന്നതെന്നല്ല, നിങ്ങൾ രോഗത്തെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ സൗഖ്യത്തിലാണ് വിശ്വസിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ പറയും, ആ കയ്യിൽ ആ വേദന ഉള്ളപ്പോഴും ആ രോഗമുള്ളപ്പോഴും വേദന അനുഭവിക്കുമ്പോഴും ഞാൻ ആ കയ്യെ നോക്കിയിട്ട് പറയും, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം കാണുന്നത് എന്തുവാ? കാണുന്നതല്ല എൻ്റെ വിശ്വാസം, ഞാൻ കേൾക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ശ്രദ്ധിച്ചോണം, കാണുന്നതല്ല കേൾക്കുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാം, ഈ കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെപ്പോലെ കാണാൻ കഴിയത്തില്ല. അവർക്ക് കേൾക്കുന്നതാണ്, സ്പർശിക്കുന്നതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ആധാരം. അവർക്ക് നിങ്ങൾ അവിടെ മനോഹരമായ പൂക്കളുണ്ടെന്ന് പറഞ്ഞ് അവർ കാണാൻ കഴിയത്തില്ല. പക്ഷേ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരൊരു ഇമാജിനേഷൻ കൊണ്ടുവരുവാണ്. അവരുടെ ഉൾക്കണ്ണിൽ അവർ എന്ത് ചെയ്യുകയാണ്? പൂ ഇങ്ങനെ ആയിരിക്കുമെന്ന് അവർ എന്ത് ചെയ്യുകയാണ്? വിശ്വസിക്കുകയാണ്. അപ്പോൾ അവർക്കൊരിക്കലും കാണാൻ കഴിയത്തില്ല. അവർക്ക് കേൾവിയിൽ നിന്നുണ്ടാകുന്നൊരു ഇമാജിനേഷനുണ്ട്. പൂ ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, ആ വ്യക്തി ഇങ്ങനെയാണ്, ഇതെല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒരു ഇമാജിനേഷൻ അവരുണ്ടാക്കിയെടുക്കുക. അതിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ വിശ്വാസിയോട് ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കാണുന്നതിനെ ഒന്ന് അവിശ്വസിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വചനപ്രകാരമുള്ള അത്ഭുതങ്ങൾ തുറന്നു വരും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കാണാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ കാണുന്നത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വചനം പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടത്തില്ല. പകരം ഞാൻ കാണുന്നതിനെ അവിശ്വസിക്കുകയും കേൾക്കുന്നതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ കാണാൻ പറ്റുമെന്ന് പറ. കാണുന്നതിനെ നോക്കിക്കൊണ്ട് വചനം പറഞ്ഞാൽ ഒന്നും നടക്കില്ല, എന്നാൽ വചനം പറഞ്ഞാൽ സാധിക്കും. അപ്പൊ ബ്രദറെ, ഇതെന്താ ഇങ്ങനെ? ഇതാണ് ദൈവവചനം. ഞാൻ പറഞ്ഞ ദൈവവചനത്തിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറും. നമ്മൾ പലപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാവോ? നമ്മൾ ഒരേ സമയം വചനം പറയുകയും ഒരേ സമയം നമ്മുടെ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ, ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങളുടെ ഭാരം പയ്യെ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ചിലർ പറയും, ബ്രദറെ ഇല്ല ബ്രദർ, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബ്രദറെ. ഒന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾക്ക് അറിയാൻ പറ്റും വലിയ വ്യത്യാസം. കാണുന്നത് പറഞ്ഞുകൊണ്ടിരുന്ന് നിർത്തിയിട്ട് ഇന്ന് മുതൽ സ്റ്റോപ്പ്. ഇല്ല ബ്രദറെ, ഞാൻ എൻ്റെ പ്രശ്നത്തെ ഇനി പറയത്തില്ല, കേൾക്കുന്ന വചനം ഞാൻ പറയാൻ പോവാം. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു എന്ന് ഞാൻ പറയാൻ പോവാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഉൾക്കണ്ണിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് നടന്നു കഴിയുമ്പോഴുള്ള എൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? അവിടെ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുകയും ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. ശ്രദ്ധിച്ച്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആണ്. ഇത് നിങ്ങളുടെ മേൽ ഭവിക്കും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പാകത്തിൽ വെളിപ്പെട്ടു വരും. ആമേൻ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുവാൻ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ആ വലിയ ദൈവപ്രവൃത്തിയെ കാണുവാനും വലിയ ദൈവപ്രവൃത്തിയെ അനുഭവിക്കുവാനും ഇടയായിത്തീരും.
അപ്പം നിങ്ങളിപ്പം രോഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂർച്ഛന അവസ്ഥയിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ വലിയ സങ്കടത്തിലിരിക്കും. ബ്രദറെ, എനിക്കിത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ബ്രദറെ? ഞാൻ ഈ രോഗത്തിൽ ഇരിക്കുവാണല്ലോ ബ്രദറെ. എനിക്കാണെങ്കിൽ എല്ലാവരുടെയും ചോദ്യങ്ങളെന്നോട് എനിക്ക് ഉത്തരവില്ല ബ്രദറെ. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ബ്രദറെ. എനിക്കിത് കണ്ടിട്ട് കരച്ചിലാണ് വരുന്നത് ബ്രദറെ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? അത് നിങ്ങളുടെ വായിൽ വരുമ്പോഴും, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ വായിൽ നിന്നൊക്കെ വരുന്നത് നമുക്കറിയാം, വേദനയുടെയും വാക്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? അതോടൊപ്പം തന്നെ നിങ്ങൾ പറയണം. നിങ്ങൾ ആ സമയത്ത് വചനം ലെങ്തായിട്ട് പറയാൻ ശ്രമിക്കരുത്. ഭയങ്കര ലെങ്തിൽ വചനം പറയാതെ യേശുവിൻ്റെ മുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെയും വേദന മനസ്സിൽ കൊണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിക്കും, ഇനി രോഗിയാണ്, പറയണം യേശുവിൻ്റെ മുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്തായാലും കർത്താവേ അങ്ങ് സൗഖ്യമാക്കും. അത് ഞാൻ കാണും, സൗഖ്യം ഞാൻ കാണും. എന്തായാലും ഞാൻ അത്ഭുതം കാണും. എന്തായാലും ഞാൻ ദൈവപ്രവൃത്തി കാണും. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബ്രദറെ എന്താ ഗുണം എന്നറിയോ? മനപ്രയാസം മാറും. ഇത് പറയുമ്പോൾ ആകുലതകൾ വിട്ടുമാറും. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്ത് ഫെയ്ത്തിൻ്റെ ആക്ഷൻ വെളിപ്പെടാൻ തുടങ്ങും. ഫെയ്ത്തിൻ്റെ ഒന്നാമത്തെ ആക്ഷൻ സമാധാനമാണ്. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഫലമെന്ന് പറഞ്ഞാൽ സ്വസ്ഥതയാണ്. വിശ്വാസം ഒരു വ്യക്തിക്കകത്ത് വന്നാൽ അവൻ്റെ അകത്ത് സ്വസ്ഥത വരും. അവിശ്വാസമുള്ള വ്യക്തിക്ക് ഒരിക്കലും സ്വസ്ഥതയിലിരിക്കാൻ കഴിയത്തില്ല. എപ്പോഴും അസ്വസ്ഥനായിരിക്കും ആ വ്യക്തി. ഭാരമായിരിക്കും, ഭയമായിരിക്കും, വേദനയായിരിക്കും. വിശ്വാസമുള്ള വ്യക്തിക്കകത്ത് ഭയമല്ല, സമാധാനം വാഴുവാൻ തുടങ്ങും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് നിങ്ങൾ കാണുന്നതിനെയൊക്കെ ഒന്ന് കണ്ണടച്ചിട്ട് ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമായിരിക്കാം, പല പ്രതികൂലത്തിന് നടുവിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഒറ്റ വാക്കിൽ പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്നിട്ട് കണ്ണടച്ചിട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നടക്കേണ്ടത്, അതൊക്കെ ഒന്ന് കണ്ടേ. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊക്കെയും ഒന്ന് കണ്ടേ. ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യനോട് പൂക്കൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പറയുമ്പോൾ അവൻ ജീവിതത്തിൽ ഇന്ന് വരെ അവൻ പൂക്കൾ കണ്ടിട്ടില്ല, പൂക്കളെക്കുറിച്ച് അവൻ അറിയത്തില്ല. പക്ഷേ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വെച്ച് ഒരു ചിന്ത അവൻ ഉണ്ടാക്കിയെടുക്കും. ആ കാഴ്ചയില്ലാത്ത വ്യക്തി എന്ത് ചെയ്യും? മനോഹരമായ ഒരു പൂവെന്ന് പറയുമ്പോൾ അവൻ ഇതുവരെ പൂവിൻ്റെ ഇതൾ കണ്ടിട്ടില്ല, അവൻ്റെ പൂവിൻ്റെ മണം അവൻ അറിയത്തില്ല, പൂവിൻ്റെ മനോഹാരിത അവൻ അറിയത്തില്ല, അവന് കളർ അറിയത്തില്ല. പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്യുന്നറിയാവോ? അവനൊരു ഇമാജിനേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരും. അവൻ പൂക്കളെ കണ്ടിട്ടില്ലെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് ഒരു പൂവിനൊരു ചിത്രം കൊടുക്കും. ആ പൂവിനൊരു മനോഹാരിത കൊടുക്കുന്നത് പോലെ ഇന്ന് കണ്ണടച്ചിട്ട് വിശ്വാസത്താൽ വിളിച്ചു പറ, ഇന്ന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല, പക്ഷേ എൻ്റെ ദൈവം അത് ചെയ്തിരുന്നു. അത് ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നൊന്ന് കണ്ടേ. അതൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വിശ്വാസത്തിൻ്റെ വർധനവുണ്ടാകുകയും ഒരു ഓവർഫ്ലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുകയും ചെയ്യും. എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നപ്പാ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ, അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ വാഴ്ത്തുന്നപ്പാ. ഈ നിമിഷം എൻ്റെ കൂടെ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയോടെ എടുത്ത് വെച്ച് എന്നിട്ടൊന്ന് പറ, ഈ വേദന ഞാൻ വിശ്വസിക്കുന്നില്ല, സൗഖ്യമായിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ. അങ്ങനെ തന്നെ എൻ്റെ കൂടെ പറ, എൻ്റെ രോഗം യേശു വഹിച്ചതാ, എൻ്റെ വേദന യേശു വഹിച്ചതാ. എൻ്റെ മെഡിക്കൽ ഏതൊക്കെ റിപ്പോർട്ടുകളാണോ അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ റിപ്പോർട്ടിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ റിപ്പോർട്ട് എന്നോട് പറയുന്നു, നീ സൗഖ്യമായിരിക്കുന്നു, നീ അത്ഭുതമായിരിക്കുന്നു, നീ അതിശയമായിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുന്നു പറഞ്ഞോട്ടെ. ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, ഞാൻ രോഗത്തെ കളയുന്നു, ഞാൻ വേദനയെ കളയുന്നു, ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു, ദൈവപ്രവൃത്തിയെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് എൻ്റെ മേൽ സൗഖ്യം നടന്നിരിക്കുന്നു, എൻ്റെ മേൽ അത്ഭുതം വന്നിരിക്കുന്നു, എൻ്റെ മേൽ അതിശയം വന്നിരിക്കുന്നു. ഞാൻ ഇനി രോഗിയല്ല, ഞാൻ രോഗിയല്ല, ഞാൻ രോഗിയല്ല, ഞാൻ വേദനയിലല്ല, ഞാൻ കടഭാരത്തിലല്ല, ഞാൻ സമൃദ്ധിയിൽ വിശ്വസിക്കുന്നു, ഞാൻ വാരി വിതറി കൊടുക്കും, നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നു, സമാധാനത്തിൽ ഞാൻ ഇരിക്കുന്നു, സന്തോഷത്തിൽ ഞാൻ ഇരിക്കുന്നു, എൻ്റെ തലമുറകളുടെ അനുഗ്രഹത്തിൽ ഞാൻ ഇരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ കർത്താവ് വിനീത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന് പറയുകയാണ്. വിനീത് എന്ന് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ന് സൂമിലോ
ലൈവിലോ ഉണ്ടെങ്കിൽ വിനീത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. ഇപ്പോൾ ആ ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേലേക്ക് വെളിപ്പെടുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കർത്താവിനോട് പറയുന്നു ആരാ അത്? എന്റെ മകനെ വിനീത്. എവിടെയാ സ്ഥലം? എവിടെയാ? വിനീത് തൃശ്ശൂർ നെടുപുഴ. ഇന്ന് ഏറ്റെടുത്തോ. ഇന്ന് വലിയൊരു ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ ഡോക്യുമെൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലേക്ക് വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കുവാണ്. ഈ വിനീതിൻ്റെ കുടുംബത്തിലേക്ക് ദൈവം അയക്കുകയാണ്. ഇവിടെ കർത്താവ് എന്ന് പറയുന്നൊരു വാക്ക് ഇതാണ്: 2 കുരുക്കുകൾ ഇന്ന് അവിടുന്ന് വിട്ടു മാറി അവൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്കും കർത്താവിലോട്ടുള്ള ഒരു വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഒരു വാക്ക് ഇങ്ങനെ ദൈവം പറയുകയാണ്: ഇനി അലയണ്ട, ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങൾ ഓടണ്ട, ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പോവാന്നൊരു വാക്ക് കർത്താവ് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, രോഗം യേശു ക്രൂശിൽ, ഇന്ന് ഞാൻ രോഗിയല്ല, അങ്ങനെ പറ, ഇന്ന് ഞാൻ രോഗിയല്ല, എൻ്റെ വേദന യേശു വഹിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ സരിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്. ഈ സരിതയ്ക്ക് ഒരാങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഈ സരിത എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വാക്ക് പറയുകയാണ്, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഈ സരിതയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആൺകുഞ്ഞിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് പറയണം. ഇന്ന് ആ വ്യക്തിയോട് പറയണം, നിൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ നീങ്ങിയിട്ട് 2025 കയറുമ്പോൾ തന്നെ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുന്നു, 2 ഒരു പേപ്പറിൽ ഇങ്ങനെ സൈൻ ചെയ്ത് ഒരു വലിയൊരു ഒരു എന്താ പറയുന്നത്, ഒരു റിപ്പോർട്ട് പോലത്തെ എന്തോ ഒരു കാര്യം അനുകൂലമായി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നുവെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് ആരാന്ന് വെച്ചാൽ ഈ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കേൾക്കുന്നവർ അത് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഇറങ്ങുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, ഞങ്ങളുടെ വലിയൊരു സാക്ഷി, വലിയൊരു അത്ഭുതത്തെ കർത്താവ് ഇന്ന് അവിടെ ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് എന്നെ കാണിക്കുകയാണ്. ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു: നിൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് കർത്താവിൻ്റെ നാമത്തിൽ മടങ്ങി വരുമെന്നൊരു വാക്ക് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഞെരുക്കത്തെയും സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളെ കൊണ്ടിരുന്ന സകല വിധമാകുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിൻ്റെ മേൽ ജയത്തെ ഇന്ന് കൽപ്പിക്കുന്നപ്പോൾ, ജയകരമായ പ്രവൃത്തിയെ ഇന്ന് കൽപ്പിക്കുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ പ്രവൃത്തികൾ ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എന്നെ ഈ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കർത്താവിന് എടുത്ത് കാണിക്കുകയാണ്. സെപ്റ്റംബർ 9 എന്നുള്ളൊരു ഡേറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, സെപ്റ്റംബർ 9 എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് കാണിക്കുന്നതോടൊപ്പം തന്നെ ഞാനൊരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ അകവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറി വരുന്ന മുറിക്കകത്ത്, അതായത് കയറി വരുന്ന ആ ഒരു ഹോളിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഷെൽഫ് വെച്ചിരിക്കുന്ന ഒരു വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ ഒരു ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഒരു ഷെൽഫ് കഴിയുമ്പോൾ തന്നെ ഒരു ഭിത്തി വരുന്നുണ്ട്. അതായത് ഷെൽഫിൻ്റെ ആ സൈഡിൽ തന്നെ നേരെ പോയി കഴിയുമ്പോൾ ഒരു ഭിത്തി വരും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഭിത്തി കവർ ചെയ്തതിന് ശേഷമാണ് അടുക്കളയിലോട്ട് പോകുന്നത്. ഈ അടുക്കളയിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു ഡൈനിങ് ടേബിൾ കിടക്കുന്നൊരു ഏരിയ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ ഒരു ഡേറ്റ് എന്നെ കാണിക്കുന്ന ആ ഒരു കുടുംബവുമായിട്ട് ജനന ഡേറ്റാണ് ആ കുടുംബത്തിലൊരു വ്യക്തിയുടെ കാണിക്കുന്ന കർത്താവ്. ഈ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുകയാണ്, ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കർത്താവ് പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ കുടുംബം പ്രത്യേകം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വചനം ഏറ്റു പറഞ്ഞോണം. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വലിയ സാക്ഷ്യത്തെ ഉളവാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കാണാൻ വേണ്ടി പോവാണ്. കർത്താവിനോട് പറയുന്നു, അതിൻ്റെ അകത്തു നിന്നും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ പാകത്തിൽ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായിട്ട് വേർതിരിക്കുന്നപ്പോൾ, ഈ ദിവസങ്ങളിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പറയാൻ വേണ്ടി ഹലോ പറഞ്ഞോ.
അത് എൻ്റെ വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ഫസ്റ്റ്. വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം കേട്ടായിരുന്നോ? അതെ അതെ. അവള് പുള്ളിക്കാരി എന്നോട് പിണങ്ങി നിൽക്കുക കുറേ ആളുകളായിട്ട്. പിണങ്ങി നിൽക്കുക. ഈ വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയതല്ലേ? 10/9 മാസം അവള് ജനിച്ചേക്കുന്നു. സെപ്റ്റംബർ 9. അത് ഏറ്റെടുത്ത ബ്രദർ, ഇന്ന് വലിയൊരു ഡെലിവറൻസ് നടക്കുക കേട്ടോ. ആ തടസ്സത്തെ ആമേൻ. കർത്താവ് ഇന്ന് വലിയ ദൈവപ്രവൃത്തിയായിട്ട് ഇന്ന് വേർതിരിക്കുകയാണ്. അത് ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞില്ല, കർത്താവ് ചിലത് വെളിപ്പെടുത്തുമ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട് കർത്താവിനറിയാം, പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തും. നിങ്ങളുടെ അവസ്ഥകളെ ദൈവത്തിനറിയാം, ആ കുരുക്കുകളെ കർത്താവ് പൊളിക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെ, കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടും. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് ഈ രോഗികളായി ഭാരപ്പെടുന്നവർ ഈ സമയത്ത് വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടിരിക്കുക. ഈ സൂമിലും ലൈവിലും ഞാൻ പറഞ്ഞു, രോഗത്തോട് പറയണം. നിങ്ങൾക്ക് രോഗത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. സൗഖ്യത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ശതാധിപനെ പോലെ കർത്താവെ നിൻ്റെ വാക്കിൽ വാക്കും പിടിച്ചുകൊണ്ട് പെരക്കകത്ത് ചെല്ലുമ്പോൾ അത്ഭുതമുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ മുതൽ അവൻ വിശ്വസിക്കുന്ന എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി അവന് വിശ്വസിക്കാൻ പറ്റത്തില്ല, അവൻ രോഗിയാന്ന്. ആ നടപ്പിലും പോക്കിലുമൊക്കെ അവൻ്റെ സംസാരമൊക്കെ അറിയോ, അവൻ സൗഖ്യമായിരിക്കുന്നു. ഈ രോഗത്തോട് ആ വേദന ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതവിടെ ഇല്ല, അത് നിങ്ങളെ വിട്ട് മാറിപ്പോയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നോട് കർത്താവ് ഒരു വാക്ക് പറയും. 2019 എന്നൊരു വർഷം കർത്താവ് എന്നെ എടുത്ത് കാണിച്ചിട്ട്, 2019 എന്ന വർഷം എടുത്ത് കാണിച്ചൊരു വീട് കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ആ വീടിൻ്റെ ഞാൻ കാണുന്ന 2019 എടുത്ത് കാണിച്ചിട്ട് വീടിൻ്റെ മുമ്പിൽ ഒരു ബൈക്ക് ഇരിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കും. ഒരു ബ്ലാക്ക് കളറിലെ ഡിസൈനുള്ള ഒരു ബ്ലാക്ക് ഡിസൈൻ അതിൻ്റെ അകത്തുണ്ട്, മറ്റു ചില കളറുകളുണ്ട്. പക്ഷേ ബ്ലാക്ക് ഡിസൈനുള്ള 2019 എന്നൊരു വർഷം എടുത്ത് കാണിച്ചിട്ട് വീടിൻ്റെ മുമ്പിലായിട്ടൊരു ബൈക്ക് ഇരിക്കുന്ന കാണിക്കുന്നു. 2019 എന്ന വർഷം ഇങ്ങനെ കർത്താവ് എന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. 2019 ഇങ്ങനെ കാണിക്കുന്ന ഒരു കാഴ്ച ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, 2019 ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവിനെ എടുത്ത് കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, ആ നഷ്ടപ്പെട്ടത് എന്ന ഭവനത്തിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. നഷ്ടപ്പെട്ടത് കർത്താവിനോട് പറയുന്നു, ആ എഗ്രിമെൻറ്റിൻ്റെ അകത്ത് നിന്നും നഷ്ടപ്പെട്ടത് ചിലത് തിരിച്ചു വരാൻ വേണ്ടി പോവാണ്. കർത്താവ് അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. നഷ്ടങ്ങളെ ഇന്ന് തിരികെ നന്മയാക്കി മാറ്റുന്നൊരു ദൈവമുണ്ടെന്ന് 2019 കയറി കൂടിയത് യേശുവിൻ്റെ നാമത്തിൽ നഷ്ടങ്ങളെ ഇന്ന് ഈ നിമിഷം അതിനെ ബ്രേക്ക് ചെയ്യുന്നു. പുതിയ നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരികയാണ്. അതേപോലെ തന്നെ പുതിയൊരു എഗ്രിമെൻറ്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വാതിൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. ഇതത് കേൾക്കുമ്പോൾ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ്, അതിലൂടെ ഇങ്ങനെ KL17 എന്നുള്ള ഒരു നമ്പറാണ് ഇങ്ങനെ അതിൽ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന കാഴ്ച 5ഉം 2ഉം നമ്പർ പ്ലേറ്റ്, അതായത് 52 എന്നുള്ള നമ്പറിലെ സംഖ്യകൾ ഞാൻ കാണുന്നുണ്ട്. 5ഉം 2ഉം മാത്രമല്ല, 5ഉം 2 എന്നുള്ളത് എടുത്ത് കാണിക്കുന്നു. KL17 എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? മ്യൂട്ട് മാറ്റിയത് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തോണം. കർത്താവ് ഇന്ന് വലിയ പ്രവർത്തികളിൽ നിന്ന് അയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്നെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. പറയാനുള്ളവരല്ലാതെ വേറെ ആരും ഇപ്പം മ്യൂട്ട് മാറ്റണ്ട. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തികളെ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് റിലീസ് ചെയ്യുന്നപ്പാ. നന്മകളെ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പാ. ഇന്ന് സൂമിലായിക്കോട്ടെ, ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ സാക്ഷ്യങ്ങൾ എഴുതുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ സാക്ഷ്യങ്ങളെ ഒന്നെങ്കിൽ വോയിസ് റെക്കോർഡായിട്ട് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് പറയുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് നടക്കുന്ന ദൈവപ്രവർത്തികൾ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ ഒക്കെയും നിങ്ങളുടെ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ കാണുന്നൊരു കാഴ്ച ഒരു ഈ തത്തപ്പച്ച കളറല്ല, ഒരു പച്ച കളറിലെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. പച്ച കളറിലെ ഒരു വസ്ത്രം, അതായത് കടും പച്ചയല്ല, ഇളം പച്ച കളറിലെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു.
ഞാൻ കാണുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭവനത്തിൽ. ഈ ഒരു സമയമാണ് ഞാൻ കാണുന്നത്. എന്നോട് ഒരു വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി വേഗത്തിൽ എന്ന് പ്രാർത്ഥിക്കുവാൻ, അവളുടെ ഭാവിയെ, ആ കുടുംബത്തെ മുഴുവനും സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു വാക്ക് കർത്താവിനോട് ഇങ്ങനെ ഒരു വാക്ക് കർത്താവ് എന്നെ കേൾപ്പിക്കുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് വരുന്നതായിട്ട് കർത്താവിൻ്റെ ഒരു കാഴ്ച കാണിക്കുകയാണ്. ആ വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അനുകൂലമായ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലായിട്ട് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലേക്ക് സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞങ്ങള് വീടാണ് പച്ച കളർ നൈറ്റി ഇട്ടിങ്ങനെ എന്റെ അമ്മയാണ്. പിന്നെ ഷാജി എന്ന് പറയുന്ന അമ്മയുടെ സഹോദരനാണ്. 2017 ഇവിടെ നിന്ന് പോയതാണ്. എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല അങ്കിള്. അപ്പൊ ഞങ്ങളിങ്ങനെ കാണാനില്ലെന്നൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്നോട് ഈ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഇല്ല. ഞങ്ങൾക്ക് ഇത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. ഷാജി എന്നാണ് പേര്. 2017 പോയതാണ് മിസ്സിംഗ്. ഇപ്പൊ അമ്മ ഈ വസ്ത്രം, ഈ പറഞ്ഞു വെക്കുന്ന വസ്ത്രം ഇട്ടാണോ ഇരിക്കുന്നത്? പച്ച നൈറ്റിയാണ് ഇട്ടിരിക്കുന്ന അമ്മ. എത്ര പേര് ഈ ആലോചന കേട്ടു? എത്ര പേര് കേട്ട്? ഇന്ന് യേശു ഇന്ന് എൻ്റെ അർത്ഥം ബ്രദറെ, ഇന്നത് സിസ്റ്ററെ കേട്ടോ? ആ കാണാതെ പോയത് നല്ല ദൈവം അത് തൊട്ട് കേട്ടോ, കർത്താവിന് തൊട്ടു. ഇന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. 1-2 ആൾക്കാർ മാത്രമേ ഈ സൂമിൽ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. അവരൊന്നും വീഡിയോ ഓൺ ആക്കിയിട്ട് പോലുമില്ല. പക്ഷേ കർത്താവിനോട് ഞാൻ പറയാം, ചില അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നത് നമ്മളെ ദൈവം തൊടുവാണ്. കർത്താവിനോട് പറഞ്ഞു, ആ പച്ച വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവം തൊടുവാണ്. ഷാജീനെ കർത്താവ് ആ ഭവനത്തിലേക്ക് ഒരു നന്മയായിട്ട് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അവർ നഷ്ടപ്പെട്ട് കാണാതെ പോയതാണ്. പക്ഷേ കർത്താവ് പറയുന്നത് തിരികെ വരാൻ വേണ്ടി പോകട്ടെ സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കണം. ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ കേൾക്കുന്ന വചനമൊന്നും വിശ്വാസത്താൽ, ഇത് നിങ്ങൾ ബുദ്ധിയോടെ ചിന്തിച്ചാൽ എങ്ങനെയാണ് ബ്രദറിന് ഇത് അറിയാൻ പറ്റുന്നത്? ആ സഹോദരി ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും ഞാൻ അറിയാൻ ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഇല്ല. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് വലിയൊരു അത്ഭുതം നടക്കാൻ വേണ്ടി 2025 ആമേൻ ഏറ്റെടുത്തോ. ഇന്ന് ആ സഹോദരൻ മടങ്ങി വരും. അവൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ യേശുവിൻ്റെ നാമത്തിൽ അവൻ അനർത്ഥം വന്നിട്ടില്ല. പക്ഷെ അവൻ മടങ്ങി വരും. ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുത്തോണം. ആലോചന ഏറ്റെടുക്കുമ്പോൾ തന്നെ വലിയൊരു അതിശയമായിട്ട് തന്നെ കർത്താവ് അത് മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് ഇതിൻ്റെ അകത്ത് ആർക്കും, ഞാൻ പറഞ്ഞില്ല, ഈ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങളെ കയറ്റിയ ദൈവം വിശ്വസ്തനായി. ഇതിൻ്റെ അകത്ത് ഏത് ബ്രദർ ഇരുന്ന് പറയുന്നുള്ളതല്ല, ആരാണിത് പറയുന്നുള്ളതല്ല, ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച് ഇനിയും കർത്താവ് നമ്മുടെ ആഴമായി തൊടും. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വാക്ക് പറയുകയാണ്. നിമ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഞാൻ നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവോട് പറയുകയാണ്, നിമ്മിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഞാനൊരു വ്യക്തിയെ പറ്റി കേൾക്കുവാണ്. നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവുണ്ട്. അതോടൊപ്പം തന്നെ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ജോർജിൻ്റെ കണക്ഷനെ കർത്താവ് എന്നെ കാണിക്കുവാണ്. നിമ്മിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ കർത്താവോട് പറയുന്നു, ആ നിമ്മി നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നും മാറി, അവിടെ നിന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതും ആ കുടുംബവും നിങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനെ ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഒരു സന്തോഷ വാർത്ത കർത്താവ് കേൾപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആഴങ്ങളിലേക്ക് അത് പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്നവർ ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ യേശുവിൻ്റെ നാമത്തിൽ അയക്കുന്ന കർത്താവെ, അത്ഭുതകരമായ പ്രവൃത്തികളെ റിലീസ് ചെയ്യുന്നപ്പോൾ തടസ്സങ്ങൾ ഇന്ന് മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ പുതുവഴി അവിടെ തുറക്കുന്നതിന് നന്ദി. അത്ഭുതകരമായ പ്രവൃത്തികളെ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ
ഇന്ന് സൂമിലും ലൈവിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ആലോചന കേൾക്കുന്നവരെല്ലാം ഏറ്റെടുത്തോണം. നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്നു മുതൽ എൻ്റെ വിശ്വാസം പറയുന്നത് എന്തെങ്കിലും കേട്ടണം. എൻ്റെ വിശ്വാസം പറയുന്നത് എന്താണോ അതേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ കേൾക്കുന്നതേ വിശ്വസിക്കത്തുള്ളൂ, അതേ ഞാൻ പറയത്തുള്ളൂ. ശ്രദ്ധിച്ചോണം. കാണുന്നത് എന്നെ സങ്കടപ്പെടുന്നതായിരിക്കും, എന്നെക്കൊണ്ട് രോഗത്തെ പറയിപ്പിക്കുന്നതായിരിക്കും. ഞാൻ പറയത്തില്ല. ഒന്ന് തീരുമാനമെടുത്താൽ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുവാൻ തുടങ്ങും. അന്നു മുതൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ മുതലാണിത് പ്രവർത്തിക്കുവാൻ. ഒന്ന് എത്തിച്ച് നോക്കി. ശതാധിപൻ പറയാൻ തുടങ്ങി, ഇന്നു മുതൽ എൻ്റെ ബാല്യക്കാരൻ രോഗിയല്ല, യേശുവിൻ്റെ വാക്കേൽ അവന് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സമയത്ത് രോഗികളായി സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ, ഞാൻ ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറയട്ടെ. രോഗിയെ സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. സൗഖ്യം ലഭിച്ചവർക്ക് വേഗത്തിൽ പറയാനുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, നാളെ മാത്രം യൂട്യൂബിലാണ്. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ ഇതേ സമയത്ത് സൂമിൽ തന്നെയാണ്. നാളെ മാത്രം ഇതിലാണ്, യൂട്യൂബിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും വേദന വിട്ടു മാറിയവരുണ്ടെങ്കിൽ, രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ സാക്ഷ്യത്തിനുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് സാക്ഷ്യം പറയാനുള്ളവർക്ക് പറയാം. മ്യൂട്ടുകളെ മാറ്റി നിങ്ങൾക്ക് ചുരുക്കം വാക്കുകളിൽ, മാക്സിമം ചുരുക്കം വാക്കുകളിൽ നിങ്ങൾ പറയണം. സാക്ഷ്യമുള്ളവർ ഇപ്പം തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റുമ്പോൾ, വേദന മാറിയവർ, രോഗം അനുഭവിച്ചിട്ട്, നിങ്ങളിപ്പം രോഗം മാറിയവരുണ്ടെങ്കിൽ എത്ര കൊല്ലമായി, ചില കുറേ കാലമാണെന്നല്ല, നിങ്ങൾ എന്തിനത് പറയിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ രോഗികളായിരിക്കുന്ന അനേകർ കേൾക്കുന്നുണ്ട്. ആ രോഗിയായിട്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ഈ പറയുമ്പോൾ 5, 6, 4, 3 വർഷമൊക്കെ ആയിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ മാസങ്ങൾ രോഗിയായിട്ടിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പം അവർക്കും വിശ്വാസം വരികയാണ്. എനിക്കും എൻ്റെ യേശു എന്നെയും സൗഖ്യമാക്കും എന്നൊരു വിശ്വാസമാണ്. ഈ സമയത്ത് സൗഖ്യമായെന്ന് ഉറപ്പുള്ള, പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാൻ എൻ്റെ പേര് ജെസ്സി എന്നാണ്. എനിക്ക് കുറേ ആഴ്ചകളായിട്ട് എൻ്റെ കൈക്ക് ഭയങ്കര വേദന, എൻ്റെ നക്കിൾസിനൊക്കെ ഭയങ്കര വേദനയാണ്. എന്തെങ്കിലും അരിയുമ്പോഴും ഒക്കെ സ്ലൈറ്റ് സ്വെല്ലിങ് വരാറുണ്ട്. എന്നിട്ട് ഞാൻ പ്രാർത്ഥന സമയത്തൊക്കെ ഇരുന്ന് കയ്യിൽ തൊട്ട് പ്രാർത്ഥിക്കും, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം ലഭിച്ചെന്ന്. എന്നിട്ട് ഇന്നലെ ഞാൻ കുറേ വെജിറ്റബിൾ അരിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ വേദനയില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പം ശരിക്കും എൻ്റെ കൈയുടെ വേദനകളെല്ലാം മാറി. ഐ പ്രേസ് ഗോഡ് ഫോർ ദാറ്റ്. ഞങ്ങൾ പൂർണ്ണ സൗഖ്യം 3 മാസമായി. എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല, അപ്പോൾ അതിൻ്റെ പ്രയാസമെല്ലാമായിട്ട്, പിന്നെ ഈ ഹെൽത്തിന് എനിക്ക് ഒരു പ്രയാസം വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പുതുതായിട്ട് വന്ന സ്ഥലത്ത് മെഡിക്കലും ഒക്കെ പ്രയാസമല്ലേ. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം പാസ്റ്റർ പറഞ്ഞ് കൈ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്നിപ്പം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നപ്പം എൻ്റെ കൈയുടെ വേദന മാറി. ആമേൻ. പൂർണ്ണ സൗഖ്യമായ സ്ഥലത്ത് യെസ്, കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് തൊട്ടതിന് നന്ദി. ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. എനിക്ക് ഇന്നലെ നടുവിന് വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് നല്ല വേദനയായിരുന്നു. അന്നേരം തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. മറ്റൊരു സാക്ഷ്യം ബ്രദർ മുമ്പേ പറഞ്ഞില്ല, സെപ്റ്റംബർ 9 ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത്. ഹലോ, എന്റെ ജന്മദിനം സെപ്റ്റംബർ 9. ബ്രദർ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഉണ്ട്. കാരണം ഷെൽഫും ഡൈനിങ് ടേബിളും അടുക്കളയും എല്ലാം എൻ്റെ വീടിൻ്റെതും കൂടിയാണ്. അപ്പൊ ഞാനത് ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരേ ആലോചന ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ഒരേ ദൈവപ്രവൃത്തി തന്നെ വെളിപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പിന്നെ അതുപോലെ തന്നെ അച്ഛനായിട്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ എന്നാലും എൻ്റെ പേര് ഷാജി എന്നാണ്. അത് മറ്റൊരാൾ ഏറ്റെടുത്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് സൗഖ്യം തന്നെ ദൈവത്തിന് ഒരു കൂടി നന്ദി പറഞ്ഞു. അതുപോലെ വേദനയായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. പൂർണ്ണമായിട്ടും മാറി. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ പാസ്റ്ററെ, 9 പറഞ്ഞു. വിതച്ചവർക്ക് പ്രാർത്ഥിച്ചില്ല ബ്രദർ. ഓക്കെ, തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനത്തിൽ പറയുന്നത് പോലെ തന്നെ
കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാകും. ഞാൻ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ കർത്താവിൻ്റെ വേലയിൽ ചെയ്യുന്നവന് കർത്താവിൻ്റെ വചനം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വിതയ്ക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ് ആയിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, വായ്പ മേടിക്കത്തില്ല, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ വിതച്ചത് എനിക്ക് അനുഗ്രഹമായി തീരും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എസ്റ്റേ ഓർപ്പിച്ചതിന് നന്ദി. ആമേൻ. സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. 9-ാം തീയതി പറഞ്ഞില്ലേ, സെപ്റ്റംബർ 9-ാം തീയതി 9/9-നാണ് ചെറിയ മോന്റെ ബർത്ത്ഡേ. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് ഏറ്റെടുക്കണം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പഠിത്തം മുഴുവനായിട്ടില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റെടുത്ത് സിസ്റ്റർ അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. എന്റെ അനിയത്തിയുടെ മോളും 9-ാം തീയതിയാണ് ജനിച്ചത്. അവക്ക് ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. അതിനുവേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുത്തോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരേ ആലോചന ഒരേപോലെ സാക്ഷ്യത്തിന്റെ സമയമാണ്. പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാനേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് വീട് മാറണേണ്. അപ്പൊ എനിക്ക് വീട് കിട്ടാതെ ഇപ്പൊ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു നിരാശ ആദ്യം വന്ന് ഞങ്ങൾ ഒരു വീട് കണ്ട അത് ഇഷ്ടമായി. പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. എനിക്ക് അതിൻ്റെ അകത്ത് പോയപ്പോ കാലെടുത്ത് വെച്ചപ്പോ ഒരു നെഗറ്റീവ് ഫീലിംഗ് എന്ന് വെച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇരുട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഭർത്താവാണെങ്കിൽ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ വചനം പറഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ടി വെട്ടത്തിൽ വീട് വെച്ചിട്ടുണ്ടെന്ന് അത് പറഞ്ഞോണ്ടെന്ന്. അപ്പൊ സന്ധ്യയായപ്പോ ഒരു വീട് നല്ലൊരു ഭവനം കിട്ടി. അത് ദൈവത്തിന്റെ നാമത്തിന് മറ്റുണ്ടാകട്ടെ. പിന്നെ ഞങ്ങൾ ഈ വീട് നോക്കാൻ കൊണ്ടുപോയതൊരു പെണ്ണാ. ആ പെണ്ണെന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് അതിനു വേണ്ടി എനിക്ക് വഴിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അത് ഞാൻ വലിയൊരു ഇതായിട്ട് അത് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്നോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ബ്രദർ ആദ്യമേ തന്നെ ഒരു പേര് പറഞ്ഞു. അപ്പൊ ആ പേര് അതിന്റെ ഭർത്താവിന്റെ പേരാണെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരത്തിന്റെ പേര് നിഷ എന്നാണ്. അപ്പൊ അതിന്റെ സാമ്പത്തികം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഭർത്താവ് തെറ്റായ വഴിയിൽ പോയി, ആ പൈസയൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെ രണ്ടുപേരും വീട്ടിൽ തന്നെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ജീവിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ആ വിഷയം എല്ലാം കേട്ടിട്ട് അവർക്ക് റോഡിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊടുത്തത്. അതെനിക്ക് വലിയൊരു മഹത്വമായിട്ട് തോന്നണം. എന്താന്ന് വെച്ചാല് എനിക്ക് വലിയ പ്രശ്നത്തിലൂടെയാണ് പോയിക്കണം. പക്ഷെ എന്റെ പ്രശ്നം കർത്താവ് മാറ്റി തരും എന്നുള്ള വിശ്വാസം വചനം പറഞ്ഞു നടന്ന് അപ്പോഴത്തേനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം വലിയ അനുഗ്രഹം തന്നത് എനിക്ക് വലിയൊരു സാക്ഷ്യമായിട്ട് പറയുന്നു. അത് ബ്രദറിന് തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് അവർ വീട് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ വലിയ പ്ലാനാണ് ആ വ്യക്തിക്ക് വേണ്ടി വഴി നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ കൊടുത്ത്. യേശുവിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ അവർക്ക് വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ, അവരുടെ ഭാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ഒരു അവസരം കൊടുത്തത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ഈ സമയത്ത്? ബ്രദറെ നേരത്തെ ബ്രദർ പറഞ്ഞു ഷാഫി എന്ന് പറഞ്ഞൊരു ആളെ കുറിച്ച് പറഞ്ഞു. അതെന്റെ ചേച്ചിയുടെ മരുമകനാണ്. സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നം. ഞാൻ അവർക്ക് ഇത് അയച്ചു കൊടുക്കാറുണ്ട്, ഈ സുവിശേഷം അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവരോട് പറയാറുണ്ട് ഇതിനെ കുറിച്ചൊക്കെ. അപ്പൊ അത് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഷാഫി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ദൈവാത്മ വെളിപ്പെടുത്തിയ പേരല്ലേ? അതന്നെ. ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തിൽ പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് വലിയൊരു സാമ്പത്തിക കുരുക്കിൻ്റെ അകത്തുനിന്ന് ആ കുടുംബത്തെ ദൈവം രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുരുക്ക് അവിടെ പറയണ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇത് അയച്ചു കൊടുക്കുക അവർക്ക്. എന്നിട്ട് പറയണത് കേൾക്കുക. നിങ്ങളെ എന്നോട് ഈ ഷാഫിയുടെ വല്ലോ കാര്യം പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ല. എന്നാൽ അത് അയച്ചു കൊടുത്തിട്ട് പറയണം ഇത് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൽ വിശ്വസിച്ചാൽ ഈ വഴി ദൈവം തുറക്കും. അല്ലെങ്കിൽ ഈ സാമ്പത്തിക കുരുക്ക് മാറത്തില്ല. ഇത് വലിയൊരു അനർത്ഥത്തിലേക്ക് പോകും. കർത്താവിലേക്ക് വന്നാൽ ഇത് കർത്താവ് അത് പരിഹരിക്കും. വലിയ സാക്ഷ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഈ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആത്മാവ് സംസാരിച്ചു 1:55 വായിക്കാൻ.
എന്നിട്ട് നമ്മൾ അങ്ങനെ അത് വായിക്കണോ? അത് എങ്ങനെ? മനസ്സിലായില്ല ബ്രദറെ? ഞാൻ ഇത് ബൈബിൾ വായിച്ചോണ്ടിരിക്കുമ്പം പറയും 1:55 വായിക്കേണ്ടതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആത്മാവ് സംസാരിച്ചു. 1-ാം അധ്യായത്തിന്റെ 55 യോഹന്നാൻ ഞാൻ വായിച്ചോണ്ടിരിക്കും. ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വായിക്കുമ്പോ എന്നോട് പെട്ടെന്ന് ആത്മാവ് പറയാം 1 അല്ല 1:55, 8:55 വായിക്കേണ്ടത്. അപ്പൊ ബ്രദർ അത് വായിച്ചോ? ഞാൻ ഹിന്ദുന്ന് ഇങ്ങോട്ട് വന്ന അന്നേരം ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു 8:55 ഉണ്ടോ, അത്രയൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ നോക്കിയപ്പോ അത് കറക്റ്റ് ഉണ്ടായിരുന്നു. സിസ്റ്റർ അങ്ങനെ വരുമ്പോൾ ബ്രദറെ തീർച്ചയായിട്ടും അത് വായിക്കണം. എന്നിട്ട് വായിച്ചതിന് ശേഷം കർത്താവെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. കർത്താവെ ഈ വചനത്തിലൂടെ കർത്താവ് എന്താണ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കണം. ആ സമയത്ത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ മനസ്സിൽ കർത്താവ് സംസാരിക്കും. ഇനി അങ്ങനെ ഒന്നും വരുന്നില്ല, നമുക്ക് തോന്നുന്നില്ല എങ്കിൽ പിന്നെയും കർത്താവ് എനിക്ക് വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് പറയണം. അപ്പോൾ വീണ്ടും വചനങ്ങൾ വരുമ്പോൾ വചനം ചിലപ്പോൾ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കർത്താവെ എനിക്ക് മനസ്സിലാകുന്നത് പോലെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചിലപ്പോൾ കുറേ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെന്നിരിക്കും. കർത്താവ് നമുക്കത് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളോട് ദൈവം സംസാരിക്കും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. കർത്താവ് അത് സാക്ഷിയാക്കും. പറഞ്ഞു ഇന്നലെ പാസ്റ്റർ ഒരു ആലോചന പറഞ്ഞു. സോബിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് എന്റെ മകനാണ് സോബിൻ. വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഞാലി തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പൊ ആരും ഏറ്റെടുത്തില്ല. അപ്പൊ എനിക്ക് മ്യൂട്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിത് കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ മ്യൂട്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റുമായിട്ട് എന്തോ പ്രശ്നം കാണുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പാസ്റ്റർ. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വഴി ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ബ്ലോക്കുകളെ ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. നന്മ കുടുംബത്തിൻ്റെ അകത്തോട്ട് കയറും കേട്ടോ. അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ജൂൺ മാസം തൊട്ട് ഞാൻ കയറുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര അനുഗ്രഹവും ഒരു സന്തോഷം എനിക്ക് ഇതിനകത്ത് കയറും തൊട്ട് എനിക്കുണ്ട്. ഞാനും കോട്ടയത്ത് ആ മീറ്റിംഗ് ഒക്കെ ഞാനും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ട് വാ, കർത്താവ് അവിടെ നിറച്ചുവിടും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു എന്തോ ബ്രദറെ, ഞാനൊരു വിഷയം പറയാന്. ഈ രാത്രി എനിക്ക് വളരെ നിർണായകമായ രാത്രിയാണ്. കാരണം നാളെ രാവിലെ ഞങ്ങള് കുറച്ച് പൈസയുടെ ഒരു ഇഷ്യൂ വന്നത് നാളെ കൊടുക്കേണ്ടതാണ്. ഇവിടെ 2 പ്രാവശ്യം ബഹളം ഉണ്ടാക്കി. ഞങ്ങൾക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. പുതിയ ഓട്ടോ. അതിന്റെ ഫീസ് മുടങ്ങിയിട്ട് അത് അവര് കൊണ്ടുപോയി. ഞങ്ങളുടെ ആള് മാർഗമാണ്. ഞങ്ങളുടെ മോനാണ് മരുന്ന് വാങ്ങാനുള്ള മാസം മരുന്ന് വാങ്ങാനും എല്ലാത്തിനും ഉള്ളൊരു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അവർ അത്ഭുതം കാണും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ കർത്താവിന് മാറ്റാൻ പറ്റാത്ത ഒരു വിഷയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനം കാണുന്നതെല്ലാം ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു രാത്രി കൊണ്ട് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മാനുഷിക ബുദ്ധിയിൽ. പക്ഷെ ദൈവത്തിൽ അത് നടക്കും. ദൈവത്തിന് ഒരു നിമിഷം മതി. ആ ഒരു നിമിഷമാണ് ഇത്. അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞങ്ങളിപ്പോൾ തന്നെ അത് ഏറ്റെടുത്ത കുടുംബത്തിന് വേണ്ടി അയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. ആമേൻ. ഞാൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഒന്ന് നേരത്തെ നിർത്തുവാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന സമയത്തിന് മുന്നോട്ട് നമുക്ക് പോയി. എങ്കിലും നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലാണ്. അതിനുശേഷം തിങ്കളാഴ്ച നമ്മൾ വീണ്ടും സൂമിൽ തന്നെയാണ്. അപ്പോൾ സാക്ഷ്യം ഇനി പറയാനുള്ളവർക്ക് നമ്മൾ തിങ്കളാഴ്ച പിന്നെ അവസരമുണ്ട്. നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ പറയുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഒക്കെ അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവർ എന്ത് ചെയ്യുക, പിന്നെയും റെഡിയാകുക. എനിക്കറിയാം സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. കർത്താവ് വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുന്നല്ലോ. അനേകർക്ക് അനുഗ്രഹമായി തീരാൻ നിങ്ങൾ അനേകരെ പ്രാർത്ഥനയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അവരെ നിർബന്ധിക്കുകയല്ല, അവർക്ക് അയച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക. അനേകം തകർന്ന് എന്ന് കേട്ടതുപോലെ തന്നെ ആ കുടുംബത്തിന് വേണ്ടി ദൈവികം ആലോചന ഇടപെട്ടതുപോലെ തന്നെ ദൈവം ചില കാര്യങ്ങളെ ഇടപെടും. അവരുടെ കുടുംബത്തെ ദൈവം തൊടും. നിങ്ങൾ ധൈര്യത്തോടെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ പറയണം. അവരെ തീർച്ചയായിട്ടും കർത്താവ് വിടുവിക്കുക തന്നെ ചെയ്യും. കർത്താവ് അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ ലൈവിൽ ഇപ്പോൾ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. സൂമിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവേ